അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഫ്രം നൈട്രൈൽസ്. നൈട്രൈൽസിൽ നിന്ന് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാം. നൈട്രൈൽസ് എന്ന് പറയുമ്പോൾ എന്താ? സയനൈഡ്, C∼ സയനോ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നൈട്രൈൽസ് എന്ന് പറയുക. അപ്പോൾ ആൽക്കൈൽ നൈട്രൈൽസ് എടുക്കാം. CH3 CH2 C∼N. ഈ ആൽക്കൈൽ നൈട്രൈൽസിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ബൈ ദ റിയാക്ഷൻ വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgX. ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം. CH3MgBr. CH3MgBr ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്കിനി അത് എങ്ങനെയാണ് ഫോം ചെയ്യുക? ഇവിടെ ഈ ഒരു സയനൈഡ്സിലെ ഈ ഒരു ബോണ്ട്, ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഒരു ഭാഗത്ത് ഇതിൻ്റെ പോസിറ്റീവ് പാർട്ടും ഒരു ഭാഗത്ത് നെഗറ്റീവ് പാർട്ടും അറ്റാച്ച് ചെയ്യും. ഈ ഒരു റിയേജന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുക? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജന്റ് ആണ്. ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നെഗറ്റീവ് ചാർജും ഇവിടേക്ക് പോസിറ്റീവ് ചാർജുമാണ് വരിക. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് എവിടേക്കാണ് അറ്റാച്ച് ചെയ്യുക? നെഗറ്റീവ് ചാർജ് ഗെറ്റ്സ് അറ്റാച്ച് ടു ദാറ്റ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഈ നെഗറ്റീവ് പാർട്ട് ഏത് കാർബണിലേക്കാണ് അറ്റാച്ച് ചെയ്യുക? ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ള ഭാഗത്തൊക്കെയാണ് വരിക. അപ്പോൾ ഈ കാർബണിലേക്കാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ബോണ്ട് വരുമ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് നെഗറ്റീവ് പാർട്ട് വരിക. കാർബണിലേക്കാണ് ഈ നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് എഴുതാം എങ്ങനെയാണ്? ഇവിടേക്ക് വരുമ്പോൾ അതായത് CH3 CH2 C∼N. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓരോ വാലൻസി വന്നു. ഇവിടേക്ക് നെഗറ്റീവ് പാർട്ട് വന്നു, CH3 വന്നു. ഈ നൈട്രജനിലേക്ക് MgBr അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇത് ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് CH3 CH2 C∼O CH3 ഫോം ചെയ്യും. CH3 CH2 C∼O CH3 ഫോം ചെയ്യും. MgOHBr അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകും. ഓക്കെ, ഇനി അതുപോലെ വേറൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ CH3 CH2 C∼N. മീഥൈൽ സയനൈഡ് തന്നെ. ഇതിനെ നമ്മൾ എന്തുമായിട്ട് മീഥൈൽ അല്ല, ഈഥൈൽ സയനൈഡ്. ഇതിനെ നമ്മൾ എന്തുമായിട്ട് റിയാക്ട് ചെയ്യാണ്? ഇവിടെ മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആയിട്ടാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. ഇനി ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യാം. C6H5MgBr. അപ്പോഴും സെയിം തന്നെയാണ് റിയാക്ഷൻ. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടുത്തെ കാർബണിലേക്ക് C6H5 ഗ്രൂപ്പും ഈ നൈട്രജനിലേക്ക് MgBr ഗ്രൂപ്പും വന്നിട്ട് അറ്റാച്ച് ചെയ്യും. NMgBr ആവും. അടുത്തത് ഇത് ഹൈഡ്രോളിസിസ്, അസിഡിക് മീഡിയത്തിൽ ഹൈഡ്രോളിസിസ് നടത്തി കഴിയുമ്പോൾ ഇവിടെ എങ്ങനെ ഫോം ചെയ്യും? CH3 CH2 C∼O C6H5 എന്നും MgOHBr അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അടുത്ത മെത്തേഡാണ് ഫ്രം നൈട്രൈൽസ് അല്ലെങ്കിൽ സയനൈഡ്. സയനൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് കീറ്റോൺസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. സിമെട്രിക്കൽ ആയിട്ടുള്ളതും അൺസിമെട്രിക്കൽ ആയിട്ടുള്ള കീറ്റോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഫ്രം നൈട്രൈൽസ്.